ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രോം ബ്രൗസർ എല്ലാം ഓപ്പൺ ചെയ്ത് അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തെല്ലാമാണ്. എന്നാൽ ഇനി നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എല്ലാ ക്രിയേറ്റേഴ്സിനും നിലവിൽ ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. കുറച്ചു പേർക്കെല്ലാം ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചോ എന്നറിയാൻ നിങ്ങൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഇനി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഷോർട്സ് വീഡിയോസ്, ലോങ് വീഡിയോസ് ഇവയെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അധികം താമസിയാതെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, അനലറ്റിക്സിൽ പോയി നിങ്ങൾക്ക് വാച്ച് ടൈം എല്ലാം കാണുന്നതിന് ഇപ്രകാരം ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 28 ദിവസത്തെ ഡാറ്റ എല്ലാം കിട്ടും. ഇനി ഇത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 90 ദിവസത്തെ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു ഇന്റർഫേസിൽ കുറച്ച് ചേഞ്ചസ് എല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 90 ദിവസം, 365 ദിവസം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം മുകളിൽ നമുക്ക് ടാപ്പ് ചെയ്ത് അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഈ ഒരു ചേഞ്ചും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാമാണ് പുതുതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്